നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തികച്ചും നിരാശാജനകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾക്ക് വൻ തിരിച്ചടി നൽകുന്ന തീരുമാനവുമായി സൗദി ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നു. പ്രവാസികൾ പ്രധാനമായും ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, മോളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജോലികൾ കൂടി സ്വദേശിവൽക്കരിക്കാൻ തീരുമാനിച്ചതായി സൗദി മനുഷ്യവിഭവ സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഇതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി അഹമ്മദ് അൽ റാജിഹി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത്. എന്നാൽ റെസ്റ്റോറന്റുകളിലെയും മറ്റും ഏതൊക്കെ ജോലികളാണ് സ്വദേശികൾക്ക് മാത്രമാകുകയെന്ന കാര്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാവുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ സ്വദേശിവൽക്കരണം ശക്തമാക്കിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാത്രം 28,000 സൗദി യുവാക്കൾക്ക് തൊഴിൽ നേടിക്കൊടുക്കാനായതായും മന്ത്രി അറിയിക്കുകയുണ്ടായി. സാധ്യമായ മുഴുവൻ മേഖലകളിലും ജോലികളിലും നാടിന്റെ മക്കൾക്ക് ജോലി നൽകുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. 2019-2020 വർഷത്തിൽ സൗദി വൽക്കരണ നീക്കങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. 4,20,000 സൗദി പൗരന്മാർക്ക് ഈ കാലയളവിൽ വിവിധ മേഖലകളിലായി തൊഴിൽ ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ അധികം താമസിയാതെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും നിയമരംഗത്തും സൗദി വൽക്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. കോൺട്രാക്ടർമാർ, കൺസൾട്ടിംഗ് പ്രൊഫഷണലുകൾ എന്നിവർക്കായുള്ള ദേശീയ കമ്മിറ്റി അംഗങ്ങളോട് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിലൂടെ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കീഴിലെ കരാർ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിലിടങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞതായും അത് ഉറപ്പുവരുത്തുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ മിനിമം കൂലി ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണിക്കുന്നതാണ്. തൊഴിൽ കമ്പോളത്തിനനുസൃതമായി ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്നതിന് ആവശ്യമായ പരിശീലനങ്ങൾ, അവരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ശില്പശാലകൾ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ സൗദിയിലെ ആകർഷിക്കുന്ന രീതിയിലുള്ള മികച്ച ശമ്പളവും തൊഴിൽ ആനുകൂല്യങ്ങളും ലഭ്യമാക്കൽ തുടങ്ങിയ നടപടികളും ചെയ്തു വരുന്നതായി അദ്ദേഹം അറിയിച്ചു. 3.48 കോടി ജനങ്ങളുള്ള സൗദി ജനസംഖ്യയിൽ 1.05 കോടി പ്രവാസികളെന്നാണ് കണക്ക് നിലകൊള്ളുന്നത്. എന്നാൽ നിലവിൽ 11% സൗദികളിലെ തൊഴിലില്ലായ്മ നിരക്ക് വ്യക്തമാക്കുന്നത്. 2030 ആകുന്നതോടെ അത് 7% കുറയ്ക്കാനാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിലൂടെ കിരീടാവകാശിയുടെ വിഷൻ 2030 ഭാഗമായി വിവിധ മേഖലകളിലേക്ക് കൂടി സൗദിവൽക്കരണം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ. സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സൗദി കിരീടാവകാശി നേരിട്ടാണ് നേതൃത്വം നൽകി വരുന്നത്. അക്കൗണ്ടൻസി മേഖലയിൽ 2022 20,000 തൊഴിലുകൾ കൂടി സ്വദേശിവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മന്ത്രാലയം നേരത്തെ ആരംഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സൗദി ചാർട്ടേഡ് അക്കൗണ്ട്സ് അതോറിറ്റിയുമായി മന്ത്രാലയം കരാറിൽ ഒപ്പുവച്ചിട്ടുമുണ്ട്. എന്തൊക്കെയായാലും സൗദിയിൽ തൊഴിൽ ചെയ്തു വരുന്ന പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് വളരെ ആശങ്കാജനകമാകുന്ന ഒരു വാർത്തയാകുന്നു. ഇതുവരെയും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് താൽക്കാലികമായി നേരിട്ട് വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിലക്ക് നിലനിൽക്കവെയാണ് സ്വദേശിവൽക്കരണവും കടുപ്പിക്കുന്നത്. ഇതിനോടകം നിരവധി പേർക്കും തൊഴിൽ നഷ്ടമായിട്ടുമുണ്ട്. ഈ വാർത്തകൾ നൽകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.